പരിശുദ്ധ റമളാനിൻ്റെ അകക്കാമ്പ് തഖ്വയാണ്. തഖ്വയുടെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മുസ്ലിമായ സുഹൃത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തി എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്. അദ്ദേഹം തിരുവനന്തപുരം സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു 8 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, സലീമേ, എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു 8 സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട്, ആൾ വന്നാൽ ഞാനത് കൊടുത്തേക്കാം, അത്യാവശ്യമാണ്. സലീം ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചു. അദ്ദേഹത്തിനത് ഇഷ്ടമായി. അങ്ങനെ സലീമിനോട് ആ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഇതിൻ്റെ വില ഞാൻ നിശ്ചയിക്കുന്നത് 8 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു 8.5 ലക്ഷം രൂപയായിട്ട് പറയാം, തനിക്കൊരു 50,000 രൂപ സെൻറ്റിന് ഒരു പ്രോഫിറ്റായിട്ട് കിട്ടുമല്ലോ. ആ സമയത്താണ് ആ വിശ്വാസിയായ സഹോദരൻ പറഞ്ഞത്, എൻ്റെ സുഹൃത്തും കുടുംബവും 10-17 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നു. എനിക്ക് തരാനുള്ള 50,000 രൂപയ്ക്ക് പുറമെ ഒരു 50,000 രൂപയും കൂടെ കുറിച്ച് ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് അത് കൊടുത്താൽ അദ്ദേഹത്തിന് ഇനി ഒരു വീടും കൂടെ അവിടെ വിൽക്കണം. അങ്ങനെ ആ സ്ഥലം വിൽപ്പന നടത്തിയിട്ട് ഒരു രൂപ പോലും കൈപ്പറ്റാത്ത ആ വിശ്വാസിയായ സഹോദരങ്ങളെ, ഇതിൻ്റെ പേരാണ് തഖ്വ. വേഷത്തിലും രൂപത്തിലുമൊക്കെ നടന്നിട്ട് മനുഷ്യരെ കാപട്യത്തിലേക്കും കളവിലേക്കും വഞ്ചനയിലേക്കും കൊണ്ടുപോകുന്നവനല്ല തഖ്വയുള്ളത്. ഈ പരിശുദ്ധ റമളാനിൽ, ഈ ചൊട്ടുപൊള്ളുന്ന ഈ പകലുകളിൽ നാം അനുഷ്ഠിക്കുന്ന ഈ നോമ്പിൻ്റെ ആകത്തുക ജീവിതത്തിൽ സൂക്ഷ്മതാബോധമുണ്ടാവുക, ദൈവം കാണുന്നുണ്ട് എന്ന്, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം നമുക്ക് ഉണ്ടാകലാണ്. അതാണ് റസൂല് പറഞ്ഞത്, അത്തഖ്വ ഹാഹുന, തഖ്വ ഇതാ ഇവിടെയാണ്, വേഷത്തിലും രൂപത്തിലുമല്ല, അതിനപ്പുറം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.